ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്നൊരു വ്ലോഗാണ് കേട്ടോ. ഞാൻ ഹെയർ കെയറിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന ഉടനെ ആയതുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്തത്. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ഹെയർ കെയറിൻ്റെ. ഞാൻ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു 2 ദിവസം കൂടെ അതിന് ശേഷം ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് പോവാണ്. അമ്മയ്ക്ക് കോഴിക്കോട് ഇക്രയിലാണ് തൈറോയിഡിൻ്റെ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അനിയൻ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവനെ കാണണം. പിന്നെ ഞങ്ങളുടെ അമ്മു ചേച്ചിയുടെ വീട് അവിടെയാണ്. അത് അമ്മു ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടത്തിയമ്മയാണ് കേട്ടോ, ഏട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ പോകണം അച്ഛനും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതൊക്കെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മയും എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ കൊന്നപ്പൂ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. വിഷുവിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ കണ്ടു കേട്ടോ, അതുപോലെ നിറച്ച് കൊന്ന പൂത്ത് നിൽക്കുന്നത്. ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോണേ. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഒന്നിച്ച് ബസ്സിന് പോണത്. ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടോ. അങ്ങനെ ബസ് കയറിയത് ഞങ്ങൾ 2 പേരും കിടന്നുറങ്ങി. പിന്നെ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തുമ്പോഴാട്ടോ. അവിടെ നിന്ന് പിന്നെ ബസ് മാറി കയറണമായിരുന്നു ഇക്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഇറങ്ങി ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ പോയത്. 2 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ ഓപ്ഷൻ മസാല ദോശയാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും ഇതാണ് കഴിക്കാറ്. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി കേട്ടോ, ചെക്കപ്പിന് വേണ്ടിയിട്ട്. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഡോക്ടർ വന്നത്. 9 ആയിരുന്നു അമ്മയുടെ ടോക്കൺ നമ്പർ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് നേരം സമയമെടുത്തു, വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. മെഡിസിനൊക്കെ കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് 10 മണി കഴിഞ്ഞു. 10:40 ആയി. 11 മണി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അമ്മു ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ബസ് ഇറങ്ങി കുറച്ച് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകാനുണ്ട്. ഫൈനലി ഞങ്ങൾ അമ്മു ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ഇതാണ് കേട്ടോ അമ്മു ചേച്ചിയുടെ അച്ഛൻ, സത്യം എന്നാണ് പേര്. അമ്മ പിന്നെ ഞങ്ങളെപ്പോൾ വന്നാലും അമ്മയ്ക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അമ്മ ഞങ്ങൾക്ക് ജ്യൂസ് എടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ജ്യൂസൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ അമ്മു ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. ഞാനിവിടെ ഒരു കാര്യം കണ്ടേ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ അച്ഛൻ ഉണ്ടാക്കിയതാട്ടോ. സെയിലിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ചോദിച്ചില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാട്ടോ നെറ്റിപ്പട്ടത്തിൽ തൊടുകയൊക്കെ ചെയ്യണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് സെയിലിനാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി വരുമ്പോൾ ഇതിൻ്റെ മേക്കിങ്ങും മെറ്റീരിയൽസൊക്കെ അച്ഛൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫിഷ് ടാങ്കിൽ കുറച്ച് ഗോൾഡൻ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞങ്ങൾക്കും ഇതുപോലെ കുറേ എണ്ണത്തിന് ഞങ്ങൾ വാങ്ങിച്ചിട്ടായിരുന്നു. പക്ഷെ എല്ലാം ചത്തുപോകും. ലാസ്റ്റ് ഒരെണ്ണം മാത്രം ബാക്കിയാവും. എത്ര എണ്ണത്തിന് വാങ്ങിച്ചിട്ടാലും ആ ഒറ്റ ഒരെണ്ണം ഉണ്ടാവുള്ളൂ അതിനകത്ത്. ഞാൻ എല്ലാം കണ്ട് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ ഇവിടെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അപ്പോൾ അമ്മേനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. അച്ഛനാണ് ഞങ്ങളെ ബസ് സ്റ്റേഷൻ്റെ അവിടേക്ക് ആക്കി തന്നത്. ജസ്റ്റ് മിസ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ആ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും ഗേറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങൾ അമ്മു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നേരെ പോയത് നന്ദുവിനെ കാണാനുണ്ടോ. ഇതാണ് എൻ്റെ അനിയൻ. അവൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. 5 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. പിന്നെ മഞ്ചേരി വന്ന് ഞങ്ങൾ മാറി കയറി ആണ് വന്നത്. വേറെ ബസ്സിന് കയറിയാണ് വന്നത്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 മണി കഴിഞ്ഞായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്ക് ആകെ മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തത്തെ ചൂടും പൊടിയും ഒക്കെ കാരണം ആകെ ഇതായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന ഉടനെ കുളിക്കാൻ പോയി. കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ഫ്രീ ആയത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.